ഇത് ആ സമയത്ത് ഉണർന്നിരിക്കുമല്ലോ, ബ്രസ്റ്റ് മാറും മുലയും എല്ലാം കാണിക്കുന്നു. അതിൽ ദിവ്യപ്രഭ നാഭിക്ക് കീഴുള്ള രോമം വരെ വളരെ വ്യക്തമായിട്ട് കാണിക്കണം. പിന്നെ സെക്സ് ഫുൾ ന്യൂഡായിട്ടുള്ള അവളും അവനും ദിവ്യപ്രഭയായിട്ടുള്ള സെക്സ് ഇതൊക്കെ കണ്ടോണ്ടിരിക്കാം. കാരണം പിന്നെ കുസൃതിയുടെ ബട്ടക്സ് ഫുള്ളും കാണിക്കുന്നുണ്ട്. മറ്റേവളുടെ ഫുള്ളിങ്ങനെ അവിടെ എല്ലാം കാണിക്കുന്നുണ്ട്. ആ ദിവ്യപ്രഭയുടെ ഷോ ആണ്, അതിൻ്റെ ഒരു ലാഞ്ചനയാണ്. അവൾ ആ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു ഡ്രസ്സിൽ നിൽക്കുന്നില്ലേ, അതിൻ്റെ ഒരു ഇതാണ്. ഫുള്ള് ഇതായിട്ട് ഒരു ഉളിപ്പില്ലാതെ കാണിക്കുന്നുണ്ട്. ബിരിയാണിയുടെ ഫീലിങ്സ് ഒന്നും ഒരിക്കലും കിട്ടത്തില്ല. ഉറങ്ങും ബ്രോ. ഫസ്റ്റ് ഹാഫ് അരമണിക്കൂറോളം ഇരുന്ന് ഉറങ്ങി. ബിരിയാണി സിനിമയില് കുസൃതി കാണിച്ച പോലെ ബ്രസ്റ്റ് മാറും മുലയും എല്ലാം കാണിക്കുന്നു. അതിൽ ദിവ്യപ്രഭയുടെ ഷോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയിലെ പയ്യനില്ലേ, മുറ സിനിമയിലെ പയ്യൻ, അവനാണെങ്കിൽ ദിവ്യപ്രഭയുടെ ജോഡിയായിട്ടാണ്. അവൻ്റെ ഫുള്ള് ന്യൂഡ്, അവൻ്റെ നാഭിക്ക് കീഴുള്ള രോമം വരെ വളരെ വ്യക്തമായിട്ട് കാണിക്കണം. പിന്നെ സെക്സ് ഫുൾ ന്യൂഡായിട്ടുള്ള അവളും അവനും ദിവ്യപ്രഭയായിട്ടുള്ള സെക്സ് ഇതൊക്കെയാണോ ഈ നമ്മുടെ കാൻ ഫെസ്റ്റിവലിലോട്ടുള്ള സെലക്ഷനുള്ള മാനദണ്ഡം എന്നൊരു സംശയമുണ്ട്. ഇതല്ല, ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സിനിമയിൽ ഇതൊക്കെ ഉണ്ടെങ്കിലേ ഈ സിനിമയിൽ കാണിക്കുള്ളൂ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. എന്ത് സിനിമയാണ്, ഒരു വല്ലാത്തൊരു സിനിമ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. ഇത് ആ സമയത്ത് ഉണർന്നിരിക്കുമല്ലോ, ഉറങ്ങിപ്പോയവർ പിന്നെ ഇതൊന്നും അറിയത്തില്ലല്ലോ. ഇതൊക്കെ കണ്ടോണ്ടിരിക്കാം. കാരണം പിന്നെ കുസൃതിയുടെ ബട്ടക്സ് ഫുള്ളും കാണിക്കുന്നുണ്ട്. മറ്റേവളുടെ ഫുള്ളിങ്ങനെ അവിടെ എല്ലാം കാണിക്കുന്നുണ്ട്. ആ ദിവ്യപ്രഭയുടെ ഷോ ആണ്, അതിൻ്റെ ഒരു ലാഞ്ചനയാണ്. അവൾ ആ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു ഡ്രസ്സിൽ നിൽക്കുന്നില്ലേ, അതിൻ്റെ ഒരു ഇതാണ്. ഫുള്ള് ഇതായിട്ട് ഒരു ഉളിപ്പില്ലാതെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ള സിനിമയ്ക്ക് ചിലപ്പം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. ഒരു അതിശയപ്പെട്ടു ഞാൻ. കാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനെന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടാവുമെന്ന് കരുതി. പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഇല്ല. ഈ സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ടും കാണിക്കുന്നത്. പിന്നെ ശ്രീകണ്ഠ വക നമ്മൾ പുരുഷന്മാർ അശ്ലീലം സിനിമയിലെ കാണിക്കും. ഇതിൽ പിന്നെ ഈ ദിവ്യപ്രഭയ അശ്ലീലം പറയാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടി വച്ചിട്ടുള്ളത് പോലെയാണ്. പിന്നെ വ്യത്യസ്തമായിട്ട് അഭിനയമുള്ള അസീസ് നെടുമങ്ങാട്. പുള്ളി സാധാരണ ഒരു കോമഡി വേഷത്തില്ലേ, പുള്ളിയൊരു ഡോക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്ത് കണ്ടിട്ടാണ് ഈ സിനിമ OTT-യിൽ നിന്ന് എടുത്തിട്ടില്ല എന്ന് ഇങ്ങനെ കുസൃതി കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇതിൽ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ. OTT-കാരൊന്നും ഏറ്റെടുക്കുന്നില്ല. ഇതിൽ എന്താണ് ഏറ്റെടുക്കാനുള്ളതെന്ന് മാത്രമുള്ള ഒരു കണ്ടന്റും ഈ സിനിമയിലില്ല. നല്ല പടം. ഭയങ്കര സ്ലോ ബേസ്ഡ് ബ്രോ. സ്ലോ അവാർഡ് രീതിയിലാണ് പോകുന്നത്. ബിരിയാണിയുടെ ഫീലിങ്സ് ഒന്നും ഒരിക്കലും കിട്ടത്തില്ല. അതിനു വേണ്ടി കണ്ടന്റ് ഒന്നും ഇല്ല. അങ്ങനെയുള്ള വലിയ കണ്ടന്റ് ഒന്നും വേണ്ടിയില്ല. സ്പിരിറ്റ് തന്നെയാണ്. പക്ഷെ അതിനു വേണ്ടി അങ്ങനെയുള്ള ഒരു വലിയൊരു കണ്ടന്റ് ഒന്നും അതിനകത്തില്ല. നല്ല സ്ലോ ആയിട്ടാ പടം പോകണം. പടം അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബ്രോ. സ്ലോ ബേസ്ഡ് ആണ് ഭയങ്കരമായിട്ട്. 1 മണിക്കൂറൊക്കെ കൊണ്ട് തീർക്കാൻ പറ്റിയ ഒരു ഡോക്യുമെന്ററി, അത്രേ ഉള്ളൂ. കൊള്ളാം. പെർഫോമൻസ് ബേസ്ഡ് എല്ലാവരും കൊള്ളാം. കുസൃതിയും കൊള്ളാം. മറ്റേ ആളെ പേര് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഇറങ്ങിയ സിനിമയിൽ ആ പയ്യനും കൊള്ളാം. അഭിനയൊക്കെ കൊള്ളാം. അഭിനയൊക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പടം 1 മണിക്കൂറും 45 മിനിറ്റും ഉണ്ട്. 1 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട ഡോക്യുമെന്ററി 1.25 മണിക്കൂറിലോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഇത് അത്രേ ഉള്ളൂ. ഉറങ്ങും ബ്രോ. ഫസ്റ്റ് ഹാഫ് അരമണിക്കൂറോളം ഇരുന്ന് ഉറങ്ങി. സിനിമയാണോ ഡോക്യുമെന്ററി ആണോ എന്നൊരു സംശയം തോന്നുന്നു. പിന്നെ പണ്ടത്തെ നമ്മുടെ അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ അവരുടെയൊക്കെ ഒരു സിനിമ കാണുന്ന പോലെ ആണ് കാണിക്കുന്നത്.